വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ആദ്യത്തെ യൂണിറ്റ് അതിലെ 3 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസ്, അതിലെ ഉൾപ്പെട്ട എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ഇൻ ദി ആറ്റിക്, അതുപോലെ മൂന്നാമത്തെ ലെസണായ ഫ്രണ്ട്സ്, റൊമൻസ്, കൺട്രിമെൻ, ഈ 3 പാഠങ്ങൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസാണ്, ഫസ്റ്റ് യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് പഠിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഫിഗർ ഓഫ് സ്പീച്ച്. വാട്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്? എ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് എ വേർഡ് ഓർ ഫ്രേസ് used in non-literal sense to create a rhetorical or vivid effect. അതായത് പ്രസംഗത്തിലും അതുപോലെ തന്നെ പദ്യത്തിലും വളരെ വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടി കവികളും അതുപോലെ തന്നെ പ്രാസംഗികരും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സിനെയാണ്, അല്ലെങ്കിൽ ടൂൾസിനെയാണ്, ഡിവൈസസിനെയാണ് നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുക. നമ്മുടെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിമിലി, മെറ്റഫർ, ദെൻ പെർസോണിഫിക്കേഷൻ, ഹൈപ്പർബോള, അലിട്രേഷൻ, എക്സെട്ര. അപ്പോൾ നമുക്ക് ലെറ്റസ് ബിഗിൻ വൺ ബൈ വൺ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ സിമിലിയാണ്. What is a simile? A simile is a figure of speech. That is a word or phrase used to compare two unlike things with using like or as. ആസോ ലൈക്കോ ഉപയോഗിച്ച് രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള വസ്തുക്കളെ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡിനെയോ അല്ലെങ്കിൽ ഫ്രേസിനെയോ നമുക്ക് സിമിലി എന്ന് പറയാം. We can see an example. I have given here an example. Her smile was as bright as sunshine. അവളുടെ പുഞ്ചിരി എങ്ങനെയായിരുന്നു? as bright as sunshine, സൂര്യപ്രകാശത്തെ പോലെ. അപ്പോൾ ആ പുഞ്ചിരിയെ അല്ലെങ്കിൽ ഹെർ സ്മൈലിനെ ഇതിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു? സൺഷൈനിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു. അതാണ് ടു ഡിസിമിലർ തിങ്സ് കമ്പയർ വിത്ത് us. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഹർ സ്മൈൽ വാസ് ലൈക്ക് എ സൺഷൈൻ. അപ്പോൾ ഒന്നുകിൽ ആസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ലൈക്കോ ആസോ ഉപയോഗിച്ച് രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ഇത് പോയട്രിയിലും അതുപോലെ തന്നെ ഒറേഷനിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സിമിലി. ദെൻ നെക്സ്റ്റ് വൺ മെറ്റഫർ. രണ്ടാമത്തത് മെറ്റഫർ ആണ്. Metaphor is also a figure of speech. That is also a word or a phrase used to compare two dissimilar things without using as or like. as or like ഉപയോഗിക്കാതെ തന്നെ രണ്ട് ഡിസിമിലർ തിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതാണ് എന്ത്? മെറ്റഫർ. ടൈം ഈസ് എ തീഫ്. അപ്പോൾ ടൈമിനെയും തീഫിനെയും ഈസ് എ തീഫ് എന്ന് പറഞ്ഞിരിക്കുന്നു. ടൈമും തീഫുമാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? മെറ്റഫർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ വെർബൽ ഐറണി. വെർബൽ ഐറണി. ഐറണി മീൻസ് പാരഡോക്സ് അല്ലെങ്കിൽ വിരോധാഭാസം. പറയുന്നതിന് വിപരീതമായി ഒരു തോന്നൽ ജനിപ്പിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് ഐറണി എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആക്ടിവിറ്റി ഫസ്റ്റിൽ തന്നെ. ഇതാണ് ആ ചിത്രം. അവിടെ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എത്ര മനോഹരമായ ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു കുടയും പിടിച്ച് മഴയത്ത് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര മനോഹരമായ ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിംബോളിക്കായിട്ട് അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? സെറ്റ് ഓൺ എ റെയിനി ഗ്ലൂമി ഡേ. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു റെയിനി ഗ്ലൂമി ഡേയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്ഭുതം തോന്നും. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ സെറ്റ് ഓൺ എ റെയിനി ഗ്ലൂമി ഡേ. അപ്പോൾ പറയുന്നതിന് വിപരീതമായിട്ടുള്ള ഒരു തോന്നൽ ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. ഇത്തരം കോണ്ടെക്സ്റ്റുകൾ നമ്മളുടെ
സ്പീച്ചുമായിട്ട് മാർക്ക് ആന്റണിയുടെ സ്പീച്ചിൽ ധാരാളം ഫിഗർ ഓഫ് സ്പീച്ച് ഇതിലൊക്കെ ഈ പഠിക്കുന്നതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ റെപ്പറ്റേഷൻ ആണ്. പ്രസംഗത്തിലോ അതുപോലെ തന്നെ പോയട്രിയിലോ നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നാൽ അതിനെ നമുക്ക് റെപ്പറ്റേഷൻ എന്ന് പറയാം. ഇവിടെ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന്റെ വാർ ടൈം സ്പീച്ചിൽ ഒരു ഫ്രേസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം. ദിസ് ഈസ് ദി സ്പീച്ച് ഡൺ ബൈ ഓർ ഡെലിവേർഡ് ബൈ വിൻസ്റ്റൺ ചർച്ചിൽ ഓൺ ദി ഒക്കേഷൻ ഓഫ് വാർ ടൈം. അദ്ദേഹത്തിന്റെ വാർ ടൈം സ്പീച്ചിൽ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം. അതുകൊണ്ട് അതിനെ നമുക്ക് അത് ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ആണ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്, ഒറേറ്ററി ടെക്നിക്സ് അല്ലെങ്കിൽ റെറ്റോറിക്കൽ ടെക്നിക്സ് ആണ് ഈ റെപ്പറ്റേഷൻ. നെക്സ്റ്റ് വൺ ഹൈപ്പർബോളയാണ്. നമ്മൾ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എക്സാജറേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രസംഗത്തിലും അതുപോലെ തന്നെ പദ്യത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഐ ഹാവ് ടോൾഡ് യു എ മില്യൺ ടൈംസ്. ഞാൻ ഒരു 10 ദശലക്ഷം 10 ലക്ഷം പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് യു എ മില്യൺ ടൈംസ്. ഞാൻ 10 ലക്ഷം പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ 10 ലക്ഷം പ്രാവശ്യം അതൊരു എക്സാജറേഷനാണ് ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. ഐ ഹാവ് ടോൾഡ് മെനി ടൈംസ് അങ്ങനെ പറയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഐ ഹാവ് ടോൾഡ് എ മില്യൺ ടൈംസ് അതൊരു എക്സാജറേഷനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് അത്തരം ഫിഗർ ഓഫ് സ്പീച്ചിനെ ഹൈപ്പർബോള എന്ന് പറയാം. അപ്പോൾ റിപ്പീറ്റിംഗ് ഫ്രേസ് ഓർ വേർഡ്. നെക്സ്റ്റ് വൺ അലിട്രേഷൻ ആണ്. അലിട്രേഷൻ. പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾഡ് പെപ്പർ. അപ്പോൾ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദിസ് സെന്റൻസ് ഈച്ച് വേർഡ് ഓർ കോൺസിക്യൂട്ടീവ് വേർഡ്സ് റിപ്പീറ്റിംഗ് ദി സെയിം സൗണ്ട്. സെയിം സൗണ്ട്, repetition of the same sound in the consecutive words are used here. അപ്പോൾ തുടർന്ന് വരുന്ന വാക്കുകളിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ repetition of sound of word, വാക്കിന്റെ സൗണ്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. കോൺസിക്യൂട്ടീവ് ഇവിടെ പി ആവർത്തിക്കുന്നു. പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾഡ് പെപ്പർ ഇങ്ങനെ ആവർത്തിക്കുന്നു. ഇതിനെ നമുക്ക് എന്ത് പറയാം? അലിട്രേഷൻ എന്ന് പറയാം. അലിട്രേഷൻ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഈസ് എ വേർഡ് ഓർ എ ഫ്രേസ് യൂസ്ഡ് ഓർ റെപ്പറ്റേഷൻ ഓഫ് സെയിം സൗണ്ട്. അവിടെ സെയിം സൗണ്ട് യൂസ്ഡ് ഇൻ ദി കോൺസിക്യൂട്ടീവ് വേർഡ്സ്. ഓരോ വാക്കിലും അതിൻ്റെ അറ്റ് ദി ബിഗിനിങ് തുടക്കത്തിൽ അത് സെയിം സൗണ്ട് ആവർത്തിച്ചു വന്നാൽ അതിനെ നമുക്ക് എന്ത് പറയാം? അലിട്രേഷൻ എന്ന് പറയാം. ഇനി ഇൻറ്റോനേഷൻ യഥാർത്ഥത്തിൽ ഇതുമായി നമുക്ക് പദ്യത്തിൽ കാണിക്കുകയല്ല. ഇവിടെ അതൊരു ഇൻറ്റോനേഷൻ ഈസ് ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി സൗണ്ട്. ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ച അല്ലെങ്കിൽ പിച്ച്. അപ്പോൾ ശബ്ദത്തിന്റെ ഉയർച്ച ഇൻ സ്പീക്കിംഗ്, നമ്മുടെ സംഭാഷണത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ പഠിപ്പീരിൽ ഒക്കെ ഉയർച്ച താഴ്ച ഉണ്ടാവും. ആ ഉയർച്ച താഴ്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻറ്റോനേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻറ്റോനേഷൻ ഈസ് ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി സൗണ്ട് ഇൻ സ്പീക്കിംഗ് എന്ന് പറയാം. അതിന് ഉള്ള ഉദാഹരണം നമുക്കിനി കാണാം. നെക്സ്റ്റ്, അപ്പോൾ ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റോനേഷൻ ഈസ് ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി സൗണ്ട് ഇൻ സ്പീക്കിംഗ്. ഇവിടെ നോക്കാം നമുക്ക്. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. ഇപ്പോൾ വാട്ട് എന്ന് പറയുന്നത് ഒരു റൈസിങ് ഇൻറ്റോനേഷൻ ആണ്. വാട്ട്. ഇപ്പോൾ WH ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഹൈ പിച്ചിലായിരിക്കും പറയുക. വാട്ട് ഈസ് യുവർ നെയിം, ഹൈ പിച്ച. ഇനി ഒരു yes or no ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആർ യു റെഡി, ആർ യു റെഡി. അപ്പോൾ അവിടെ റെഡി അവിടെയാണ് ഹൈ പിച്ച്, ഇത് ലോ പിച്ചാണ്. അപ്പോൾ അവിടെ റൈസിങ്, ഇവിടെ ഫാളിങ്,
ഇവിടെ വീണ്ടും റൈസിങ്. ഐ ആം നോട്ട് ഷുവർ, ഐ ആം നോട്ട് ഷുവർ. അപ്പോൾ ഐ ആം നോട്ട് ഷുവർ, ഐ ആം നോട്ട് എന്നുള്ളത് ഒരു റൈസിങ് ആണ്, അതുപോലെ തന്നെ ഷുവർ ഫാളിങ് ആണ്. അപ്പോൾ ദിസ് ഈസ് എ റൈസിങ് പിച്ച്, ദെൻ റൈസിങ് പിച്ച്, ദെൻ റൈസിങ് ആൻഡ് ഫാളിങ്. അപ്പോൾ ഇവിടെ WH ക്വസ്റ്റ്യൻസിനെല്ലാം ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് വിച്ച് വേർ വെൻ ഇങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആരംഭിക്കുമ്പോൾ ഒരു ഹൈ പിച്ചിൽ ആരംഭിക്കുന്നു. അതുപോലെ ഒരു എസ്വർണ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഫാളിങ് പിച്ചിലായിരിക്കും. ആർ യു റെഡി? അതുപോലെ ഐ ആം നോട്ട് ഷുവർ, ഈ രീതിയിൽ നമ്മൾ പറയുന്നു. അതുപോലെ ആപ്പിൾസ്, ബനാനസ് ആൻഡ് ഓറഞ്ചസ്, ആപ്പിൾസ്, ബനാനസ് ആൻഡ് ഓറഞ്ചസ്, അവിടെ ആ ഒരു ടോൺ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി സ്പീക്കർ, പ്രധാനമായിട്ടും അങ്ങനെയുണ്ട്. അപ്പോൾ സ്ട്രെസ് കൊടുക്കേണ്ട സ്ഥലത്ത് ഈ പ്രസംഗത്തിൽ അങ്ങനെ ഒരു ഉയർച്ച താഴ്ച നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇൻറ്റോനേഷൻ. ദെൻ പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ മീൻസ് ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റി ടു നോൺ ഹ്യൂമൻ. ചില മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങൾ. ദി വിൻഡ് വിസ്പേർഡ് ത്രൂ ദി ട്രീസ്, ദി വിൻഡ് വിസ്പേർഡ് ത്രൂ ദി ട്രീസ് എന്ന് പറയുമ്പോൾ അവിടെ കാറ്റടിച്ചത് മുളം കാടുകളുടെ അടുത്തൊക്കെ പോയി അല്ലെങ്കിൽ ആലിൻ്റെ ഇലകളിലൊക്കെ ആലിൻ്റെ കീഴിൽ പോയി നമുക്കറിയാം, കാറ്റടിക്കുമ്പോൾ ഒരു മർമ്മര ശബ്ദം കേൾക്കാം. ദി വിൻഡ് വിസ്പേർഡ്, വിസ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാളിറ്റി, ദാറ്റ് ഈസ് ദി ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നോൺ ഹ്യൂമൻ തിങ്സിലേക്ക് പോകുന്നു ത്രൂ ദി ട്രീസ്. ദി വിൻഡ് വിസ്പേർഡ് ത്രൂ ദി ട്രീസ്. അപ്പോൾ ഇവിടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റിയെ നോൺ ഹ്യൂമൻ തിങ്ങുമായിട്ടോ ക്വാളിറ്റി ആയിട്ടോ നമ്മൾ സൂചിപ്പിക്കുന്നു. അതാണ് പെർസോണിഫിക്കേഷൻ. ദെൻ അസോണൻസ്. Assonance means repeating the sound of vowel, repetition of the vowel sound in the nearby words. Nearby wordsൽ vowel sound repeat ചെയ്താൽ അതിനെ നമുക്ക് എന്ത് പറയാം? അസോണൻസ് എന്ന് പറയാം. The rain in Spain stays mainly in the plain. The rain in Spain stays mainly in the plain. അവിടെ എ ഒരു ലോങ് സൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ റെയിനിൽ എ റിപ്പീറ്റ് ആ വോവൽ സൗണ്ട് കാണാം. സ്പെയിനിൽ അതുപോലെ സ്റ്റേയ്സ് മെയിൻലി ഇൻ ദി പ്ലെയിൻ. ദി റെയിൻ ഇൻ ദി സ്പെയിൻ സ്റ്റേയ്സ് മെയിൻലി ഇൻ ദി പ്ലെയിൻ. ദ നെക്സ്റ്റ് വൺ, കൺസോണൻസ്. കൺസോണൻസ് മീൻസ് എ കൺസോണന്റ് ലെറ്റർ റിപ്പീറ്റിംഗ് നിയർ ബൈ വേർഡ്സ്. ഇവിടെ ദി ലംബി, ബംബി, അറൗട്ട്, വൗണ്ട് ആൻഡ് റൗണ്ട്. ദി ലംബി, ബംബി, അറൗട്ട്, വൗണ്ട് ആൻഡ് റൗണ്ട്. ഇതൊക്കെ കുട്ടികളുടെ നഴ്സറി റൈമിലൊക്കെ ഉപയോഗിക്കുന്നു. ദി ലംബി, ബംബി. ഇപ്പോൾ ഇവിടെ ഏത് ഈ എം ആവർത്തിക്കുന്നു, അതുപോലെ തന്നെ ബി ആവർത്തിക്കുന്നു, ആറ് ആവർത്തിക്കുന്നു. അപ്പം എം, ബി ആൻഡ് ആർ ആർ repeating. We can hear the sound of consonants like M, B and R. The lumby, MB, bumpy, around, wound and round. ഇവിടെ R. ഇതാണ് കൺസോണൻസ്. അപ്പോൾ ഒരു 10 ഫിഗർ ഓഫ് സ്പീച്ച് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. Simile, metaphor, verbal irony, repetition, hyperbola, alliteration, intonation, personification, assonance and consonance. ഇനി നമുക്ക് ജനറലായിട്ട് ഒരു പദ്ധതി കണ്ടിട്ട് അതിലെ കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞതിന് ശേഷം ടെക്സ്റ്റിലേക്ക് കടക്കാം. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് വാട്ട് ആർ ദി കൈൻഡ്സ് ഓഫ് ടൂൾസ് അണ്ടർ ഇറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിഗർ ഓഫ് സ്പീച്ച് പഠിച്ചു. അതിൻ്റെ അതിൽ ഉൾപ്പെടുന്ന ചില ഡിവൈസസും കണ്ടു കഴിഞ്ഞു. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ്
today's class. Please subscribe, share and support me. Thank you so much.